വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. മഞ്ചേരി നഗരത്തിൽ കഴിഞ്ഞ മഴക്കാലത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ഇത്തവണ കാലവർഷം എത്തും മുൻപേ മഴക്കാല മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കാലവർഷം നേരത്തെ എത്തി. മഴ കനത്തു പെയ്തെങ്കിലും മഞ്ചേരി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല എന്നത് വലിയൊരു ആശ്വാസമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ പറഞ്ഞു. സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറി ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുന്നത് പതിവായിരുന്നു. എന്നാൽ ഈ വർഷം ചിലയിടങ്ങളിൽ മാത്രമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. മഞ്ചേരി നഗരസഭ നടപ്പിലാക്കുന്ന നഗരസഞ്ചയനം പദ്ധതി പ്രകാരം പുല്ലൂർ, ചെട്ടിയങ്ങാടി, കിടങ്ങഴി ഭാഗത്ത് ചാലിക്കത്തോടിന്റെ ശാഖകളിൽ സർവേ ചെയ്ത് വീതി കൂട്ടാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് തുറക്കൽ ഭാഗങ്ങളിൽ അധികം വെള്ളം കയറാതെ നിന്നത്. പുതുക്കുടി, കച്ചേരിപ്പടി ഭാഗത്ത് ചെറിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. തോടിന്റെ വീതി കുറഞ്ഞതാണ് അതിന് കാരണമായത്. തോടിന്റെ വീതി കൂട്ടാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. ബാക്കിയുള്ള ഏതെങ്കിലും ഭാഗത്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നഗരസഭയുമായി ബന്ധപ്പെട്ടാൽ പരിഹാര നടപടികൾ കൈക്കൊള്ളുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ പറഞ്ഞു. നഗരസഭ നഗരസഞ്ചയനം പദ്ധതി പ്രകാരം 5 കോടി രൂപയുടെ പദ്ധതി പുല്ലൂർ, ചെട്ടിയങ്ങാടി, കിടങ്ങൈ ഭാഗങ്ങളിൽ നമ്മൾ ചാലിക്കത്തോടിൻ്റെ ശാഖകൾ നമ്മൾക്ക് കൃത്യമായി വീതി കൂട്ടി സർവേ ചെയ്ത് വീതി കൂട്ടി. ചെട്ടിയങ്ങാടി ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തോടിൻ്റെ അത്രയും കൂടി ഭാഗം നമുക്ക് തോടായി കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തുറക്കൽ ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്രാവശ്യം വെള്ളം കയറാതെ സുഖമായ രീതിയിൽ പോയത്. മഴക്കാല മുൻകരുതലുകളുടെ ഭാഗമായി മഞ്ചേരി നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും പൂർണ്ണ സജ്ജമാണെന്ന് ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. കൂടാതെ മഞ്ചേരി നഗരസഭാ പരിധിയിൽ സ്ഥിരമായി വെള്ളം കയറുന്ന മേഖലയാണ് ഐനിക്കുത്ത് കോളനി. ഇവിടെ കൃത്യമായി ഡ്രൈനേജ് നിർമ്മിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ. എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ അനുമതിയില്ലാതെ ഇതുവഴി ഡ്രൈനേജ് ഉണ്ടാക്കാൻ സാധിക്കില്ല. സ്വകാര്യ വ്യക്തിയുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ ഇവിടുത്തെ കുടുംബങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ എന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് PTV കേരള.